ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പത്തിരിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുക, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തൈര് ചേർക്കുക, പിന്നെ കുറച്ച് നാരങ്ങാനീര് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു നാരങ്ങൻ്റെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ലൂസാക്കി എടുക്കുക കേട്ടോ. ഓവർ ലൂസ് ആവേണ്ട, അത്യാവശ്യം ഒരു കട്ടി വേണം, പക്ഷേ ഓവർ ലൂസ് ആവേണ്ട, ആ ഒരു പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോളിഫ്ലവർ മൊത്തം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഊറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നമ്മളെ മസാല ഉണ്ടാക്കി വെച്ചില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കോളിഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഈ കോളിഫ്ലവറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കോളിഫ്ലവർ ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ മസാല ഒന്നും ഇങ്ങനെ എണ്ണയിൽ പോകില്ല കേട്ടോ. അപ്പോൾ എന്നോട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടാണ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല മുങ്ങിപ്പൊരുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കിയിട്ടാൽ മതി കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ആ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി നമ്മൾ ഈ കോളിഫ്ലവറിലേക്ക് വരും കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.